നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നല്ലത് ചെയ്താൽ നന്നാകും, നന്മകളെന്നും ഉണ്ടാകും. നൽവഴി എന്നും നടക്കേണം, നല്ലത് മാത്രം ചെയ്യണം. നൽവഴി എന്നും നടന്നിടാം, നല്ലൊരു പാഠം ചൊല്ലിടാം. ജീസസ് കിഡ്സ്, ജീസസ് കിഡ്സ്. നർമ്മവും നന്മയും നിറഞ്ഞ സന്ദേശങ്ങൾ ഏറ്റുവാങ്ങാൻ ജീസസ് കിഡ്സിലേക്ക് സ്വാഗതം. കണ്ണിനും മനസ്സിനും വിരുന്നായി വരുന്ന നമ്മുടെ കൂട്ടുകാരിതാ റെഡി. കാട്ടിലെ കൂട്ടുകാർ. അങ്ങോട്ട് എത്തിയാലുടനെ വിളിച്ചേക്കണം കേട്ടോ പപ്പീസ്. അത് പിന്നെ പറയാനുണ്ടോ? തീർച്ചയായും വിളിക്കും. നിങ്ങളെ അല്ലാതെ പിന്നെ ആരെയാ ഞാൻ വിളിക്കുന്നേ? പാസ്പോർട്ട് ടിക്കറ്റ് എടുത്തിട്ടില്ലേ? ഊന്നേ എല്ലാം എടുത്തിട്ടുണ്ടെന്നേ. അവിടെ എത്തിയാലുടനെ ജോലിയില് കയറാമല്ലോ അല്ലേ? അങ്ങനെയാ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും പപ്പീസ് രക്ഷപ്പെട്ടു. ഞാൻ രക്ഷപ്പെട്ടാൽ നിങ്ങളും രക്ഷപ്പെടും, തീർച്ച. പപ്പീസിന്റെ മനസ്സാണ് നല്ല മനസ്സ്. കൂട്ടുകാരെ, നമ്മൾ തുടങ്ങി വെച്ച ആ പാവപ്പെട്ട രോഗികളെ സഹായിക്കുന്ന പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. തീർച്ചയായിട്ടും മുന്നോട്ട് കൊണ്ടുപോകും. പക്ഷേ പപ്പീസ് അല്ലേ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അങ്ങനെ പറയരുത്. ഈ ഗംഭീർ എല്ലാം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളാ, അത് മറക്കരുത്. അതല്ല പപ്പീസ്, പപ്പീസ് അത് ഭംഗിയായിട്ട് കൊണ്ടു നടന്നിരുന്നല്ലേ. പറഞ്ഞത് ശരിയാ. കൂട്ടുകാരെ, നിങ്ങൾക്കും കഴിയും. എന്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടാകും. അത് മതി, പപ്പീസിന് സപ്പോർട്ട് ഉണ്ടായാൽ മതി. അല്ല, ബൈക്ക് എടുക്കാൻ പോയ കപിലിനെ കാണുന്നില്ലല്ലോ. പറഞ്ഞത് ശരിയാണല്ലോ. നമ്മൾ ഓരോരോ കാര്യങ്ങളോ അല്പം വൈകിപ്പോയി. വഴിയിൽ വെച്ച് ചെറിയൊരു അതൊന്നും സാരമില്ല കപിൽ. എങ്കിൽ സമയം കളയണ്ട, വേഗം ചെല്ലാൻ നോക്കും. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് വീണ്ടും കാണാം കേട്ടോ. നമ്മുടെ പ്രവർത്തനങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകണം കേട്ടോ. ഞങ്ങൾ എല്ലാ പ്രവർത്തനങ്ങളും നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോകും. ടാറ്റാ, വന്നിട്ട് കാണാം. വിളിക്കാം കേട്ടോ. ബൈ ബൈ. ശരി ശരി. ഇങ്ങനെ പോയാലേ ആകെ പ്രശ്നമാവുമല്ലോ. നേരാ, നമ്മളെ ആശ്രയിച്ച് കഴിയുന്ന ഒരുപാട് രോഗികളില്ലേ. ഒരു മാസം ശരിക്കും മരുന്ന്, ഭക്ഷണം എന്നിവ പാവപ്പെട്ട രോഗികൾക്ക് കൊടുക്കണമെങ്കിൽ ഒരുപാട് പണം വേണം. മനസ്സിലാക്കുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും വഴി കണ്ടെത്തണം. എല്ലാം കൈകാര്യം ചെയ്തേനെ. പറഞ്ഞത് നേരാട്ടോ. പപ്പീസ് കുറച്ച് പണം അയച്ചു തന്നിരുന്നെങ്കിൽ. അതിപ്പോ പണിയൊക്കെ റെഡിയായ അയച്ചു തരൂലേ. അതുവരെ പക്ഷെ എന്തെങ്കിലും ചെയ്യണം. 5ന്റെ പൈസയില്ല, അതാദ്യം മനസ്സിലാക്കുക. സത്യം. എവിടെന്നെങ്കിലും പണം സംഘടിപ്പിക്കണ്ടേ? അതെവിടെ നിന്ന് കിട്ടുമെന്ന് ആലോചിച്ചു നോക്ക്. ഒരെത്തും പിടിയും കിട്ടുന്നില്ലല്ലോ. പ്രശ്നമായി. എന്റെ അമ്മു, കപിലെ, ഈ പുതിയ ബൈക്കിൽ വരാൻ നല്ല സുഖം കിട്ടാ. പിന്നെ പൈസ പപ്പീസിന്റെ അല്ലേ, സുഖമില്ലാതിരിക്കില്ല. മാറിയതൊക്കെ ശരി തന്നെ, പക്ഷെ അത് ഓടിക്കാൻ എന്നെ പഠിപ്പിക്കണട്ടാ. അത് പിന്നെ ചോദിക്കാനുണ്ടോ? ഈ ബൈക്ക്
ഗംഭീറിന്റെ കൂടെയാ, മനസ്സിലാക്കിക്കോ. അങ്ങനെ പെട്ടി തുറക്ക്, വിശന്നിട്ട് വയ്യ, എന്തെങ്കിലും കഴിക്കട്ടെ. എത്ര വിശപ്പുണ്ടോ? വേഗം ആവട്ടെ. ഞാനത് മറന്നിട്ട് വിശക്കുന്ന കാര്യം. ബെസ്റ്റ് ആയിട്ടുണ്ടല്ലോ. കൊള്ളാം കൊള്ളാം കൊള്ളാം. പണമില്ലെന്ന് പറഞ്ഞിട്ട് ബർഗറൊക്കെയാണല്ലോ നമ്മളിപ്പോ കഴിക്കാൻ പോകുന്നത്. പിന്നെ പപ്പീസ് അയച്ചിരുന്ന പണം കയ്യിലുണ്ടെങ്കിൽ പിന്നെ എത്ര വേണമെങ്കിലും ചെലവാക്കല്ലോ നമുക്ക്. എങ്ങനെ അത് ശരി. പക്ഷേ ഇതൊക്കെ മറ്റുള്ളവരെ സഹായിക്കാനുള്ള പണമാണെന്നുള്ള ഓർമ്മ വേണം കേട്ടോ. എന്റെ കപിലെ, മറ്റുള്ളവരെ സഹായിക്കണമെങ്കിൽ നമുക്ക് ആരോഗ്യമുള്ള ഒരു ശരീരം വേണ്ടേ? അത് വേണം. അതിന് നല്ല ഫുഡ് കഴിക്കണ്ടേ? അതാണ് നമ്മൾ കഴിക്കാൻ പോണത്. എങ്ങനെയുണ്ട്? പപ്പീസ് ഫോറിനിൽ അയച്ചിരുന്ന പണം കൊണ്ട് നമ്മൾ സുഖമായി കഴിയണം, അത്ര തന്നെ. അപ്പോ നമ്മുടെ സന്നദ്ധ പ്രവർത്തനമോ കാര്യങ്ങളും ചെയ്തോളുന്നേ. ഇത് പപ്പീസെങ്ങാനും അറിഞ്ഞാലോ? എങ്ങനെ അറിയാനാണെന്ന് അറിയില്ല. നീ എന്റെ പേരിൽ പണം അയക്കുന്നത് ഇതുവരെ ആരും അറിഞ്ഞിട്ടില്ല. എന്നാലും ആരെങ്കിലും അറിഞ്ഞാലോ? നമ്മുടെ കാര്യം കഴിയട്ടെ. തൽക്കാലം നമ്മൾ സുഖമായിട്ട് ജീവിക്കണം. ഫുഡ്, ഫിലിം, മെട്രോ, സുഖമായിട്ട് അടിച്ച് പൊളിച്ച് ജീവിക്കണം. എങ്കിൽ നമുക്ക് തുടങ്ങാം. കഴിച്ചോ. അങ്ങനെ ഇന്നും കൂടെ എല്ലാവർക്കും ഭക്ഷണം കൊടുക്കാൻ പറ്റി. നമ്മൾ എത്ര കാലം ഇങ്ങനെ പണം കടം വാങ്ങി കാര്യങ്ങൾ ചെയ്യും? അതാ എനിക്ക് മനസ്സിലാവാത്തത്. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. ഈ ഗുളികയും മരുന്നും അത്യാവശ്യം ആയതുകൊണ്ട് നിർത്താനും പറ്റില്ലല്ലോ. നമ്മള് കരുവരുന്നത് നോക്കിട്ട് എത്ര പാവപ്പെട്ട രോഗികളാണ്. എന്തായാലും പപ്പീസ് ചെയ്തത് വളരെ മോശമായി പോയി. അത് നേരാ. ഇത്രയും കാലമായിട്ടും ഒന്ന് അന്വേഷിക്കോ, ഒരു രൂപ തരുകയോ ചെയ്തില്ലല്ലോ. അത് നേരാട്ടോ. എന്തായാലും നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യുക തന്നെ വേണം. നമ്മുടെ ഗംഭീർ കമ്പലല്ലത്. ഞങ്ങള് കുറച്ചു ദിവസമായിട്ട് ഞങ്ങളെ കാണാഞ്ഞതേ കുറച്ച് പണം ഉണ്ടാക്കാനുള്ള തിരക്കായിരുന്നു. ഞങ്ങൾ പട്ടണത്തിന് പുറത്തു പോയി പണിയെടുത്ത് കുറച്ച് പണം ഉണ്ടാക്കി വന്നതാ. നമ്മുടെ ആവശ്യത്തിലുള്ള പണത്തിലുണ്ട്. ഇതാ മരുന്നൊക്കെ വാങ്ങാം. നല്ല കാര്യം. അതെ ഗംഭീരേ, കപിലേ, നിങ്ങൾ നല്ലവരാ. ദൈവത്തിന്റെ അനുഗ്രഹം എന്നും നിങ്ങൾക്കുണ്ടാകും. പീലി, നമുക്ക് കുറച്ച് ഗുളികയും സാധനങ്ങളും ഒക്കെ വാങ്ങാനില്ലേ? പിന്നെ നമുക്ക് ഒരുപാട് സാധനങ്ങൾ വാങ്ങാനുണ്ട്. എന്നാലും ഗംഭീരേ, നമ്മുടെ പപ്പീസിന്റെ ഒരു വിവരവും ഇല്ലല്ലോ. എനിക്ക് ആ കാര്യം ഓർക്കുമ്പോഴാ വിഷമം. അതൊന്നും ഇപ്പൊ പറഞ്ഞിട്ടൊരു കാര്യമില്ല. 1 രൂപ പോലും നമുക്ക് അയച്ചു തന്നില്ലല്ലോ. കഷ്ടമായി പോയി. അതെ നിങ്ങള് എന്നാ വേഗം ചെല്ല്. മരുന്നൊക്കെ വാങ്ങണ്ടേ? വേഗം പോയി വാങ്ങിക്കോളൂ. രോഗികൾക്ക് കൊടുക്കാറുണ്ടല്ലേ? രോഗികൾ കാത്തിക്കല്ലേ? മൃഗത്തിന്റെ വീട്ടിൽ പോവാ. നമ്മുടെ അധ്വാനം കൊണ്ടുള്ള പണമാണെന്ന് അവര് കരുതിയത്. പാവങ്ങള്. പപ്പീസിന്റെ പണം ബാങ്കിൽ നിന്നും എടുത്തു കൊടുക്കുന്നതാണോ അധ്വാനം? ബാങ്കിൽ പോയി എടുക്കണതൊരു അധ്വാനല്ലേ? അപ്പൊക്കെ പറഞ്ഞതുപോലെ കേട്ടോ. ശരി സാറേ, ആ കപിലിന്റെയും ഗംഭീറിന്റെയും കനിവ് കൊണ്ടാ 2 ദിവസത്തെ കാര്യങ്ങളൊക്കെ നടന്നത്. അതൊക്കെ അറിയാം മക്കളെ. എന്തായാലും അവരുടെ പ്രവർത്തനം വളരെ നല്ലതാ. പപ്പീസിന്റെ ഭാഗത്തു നിന്നും ഇങ്ങനെ വരാൻ പാടില്ലാത്തതാണ്. അതെ സാറേ, പപ്പീസിന് എന്ത് പറ്റിയെന്ന് മനസ്സിലാവുന്നില്ല. എന്തായാലും പപ്പീസിനെ കുറിച്ച് ഒന്ന് അന്വേഷിക്കാം. പപ്പീസ് അടുത്ത ദിവസം വരുന്നുണ്ടെന്ന് കേട്ടു. കുറെ കാലമായില്ലേ പോയിട്ട്. പപ്പീസിന് വരട്ടെ. പപ്പീസ് ഇങ്ങനെ മാറുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല. ഇത്രയും അവഗണന ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. അതൊക്കെ നമുക്ക് അന്വേഷിക്കാം. തൽക്കാലത്തേക്ക് ഇതാ ഈ പണം വെക്ക്. തൽക്കാലത്തേക്ക് രോഗികളെ ഇത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്യും. എനിക്ക് ലൈബ്രറി പോകാൻ സമയമായി. ശരി സാറേ. തൽക്കാലത്തേക്കായി പാവക്കാര്.
सो गया ये जहां, सो गया आसमां, सो गया ये സാറേ, എപ്പോഴാ എത്തിയത്? വന്നിട്ട് ഞാൻ 2 ദിവസമായി. സുഖം തന്നെയല്ലേ പപ്പീസിന്? ഓ സുഖമായിരിക്കുന്നു സാർ. കൂട്ടുകാരിയൊക്കെ വന്നിട്ട് കണ്ടു സാറേ? അല്പം ബിസി ആയിരുന്നു. എല്ലാരെയും ഇന്ന് കാണണം. ഓഹോ. സാറേ, എന്റെ വക ഒരു സമ്മാനം. അയ്യോ, എന്താ പപ്പീസേ? ഇത് ഒരു 4G ടാബാണ് സാർ. പപ്പീസേ, ഞാൻ ഈ സമ്മാനം വാങ്ങുന്നത് തെറ്റാ. അതെന്താ സാറേ? പപ്പീസേ, ഇതിലും വലിയ സമ്മാനം പപ്പീസിന്റെ കൂട്ടുകാർ പപ്പീസിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നു. എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ലല്ലോ സാറേ. പപ്പീസും കൂടി തുടങ്ങി വെച്ച ആ ജീവകാരുണ്യ പ്രവർത്തനത്തിന് കുറച്ച് പണം ഇത്ര കാലമായിട്ട് പപ്പീസിന് നീക്കിവെക്കാൻ സാധിച്ചില്ലല്ലോ. സാർ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? അതേ പപ്പീസേ, അവർ അതിനുവേണ്ടി കടം വാങ്ങി മടുത്തു. ഒടുവിൽ ഗംഭീറും കപിലും കൂലിപ്പണിയെടുത്ത് വരെ ആ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അയ്യോ സാറേ, അങ്ങനെ പറയരുത് സാർ. ഞാൻ എന്നാൽ കഴിയാവുന്ന രീതിയിൽ സഹായിച്ചിട്ടുണ്ട് സാറേ. എന്ത് സഹായം? സാറേ, ഞാൻ മാസം മാസം അവർക്ക് പണം അയച്ചു കൊടുത്തിട്ടുണ്ട്. എങ്ങോട്ട്? ഗംഭീറിന്റെ പേരിൽ ബാങ്കിൽ. പിന്നെ കഴിഞ്ഞ 2 മാസമായിട്ട് സാമ്പത്തികമായിട്ട് അല്പം ടൈറ്റായിരുന്നു, അതുകൊണ്ട് അയച്ചില്ല. സത്യമാണോ പറയുന്നത്? അതെ സാറേ, ഞാൻ സത്യമാ പറയുന്നേ. അപ്പോ സംഭവത്തിന്റെ കിടപ്പ് അങ്ങനെയാണല്ലേ? സാറേ, ഞാൻ പൊക്കോട്ടെ. എത്രയും പെട്ടെന്ന് എനിക്ക് ഗംഭീറിനെ കാണണം. പപ്പീസ് അയച്ച ഒരു ചില്ലി കാശ് പോലും അവരിവിടെ നൽകിയിട്ടില്ലെന്ന് മാത്രമല്ല, കുറച്ചു ദിവസമായി അവർ ഒരു പ്രവർത്തനത്തിലും പങ്കെടുക്കാറില്ല. അയ്യോ സാറേ, എനിക്ക് മോട്ടുവിനെയും ബീലിയെയും കണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. വേണം പപ്പീസേ, പപ്പീസിന്റെ നിരപരാധിത്വം തെളിയിക്കണം. സാറേ, ഇത് വാങ്ങും സാറേ. ഞാൻ പൊക്കോട്ടെ സാറേ. പാവം പപ്പീസ്. ചേട്ടാ, വണ്ടി ഓടിച്ച് കൊതി തീർന്നിട്ടില്ല ചേട്ടാ. ചേട്ടാ, പണം ഞങ്ങൾ എങ്ങനെയെങ്കിലും അടയ്ക്കാം. ഞാൻ വണ്ടിക്ക് ലോൺ തന്നതേ തിരിച്ചു കിട്ടാൻ വേണ്ടിയാ. മനസ്സിലായോ? പണം അടുത്ത ദിവസം തന്നെ ഞങ്ങൾ തരാം ചേട്ടാ. അയ്യടാ, പണം അടയ്ക്കാതെ വണ്ടി തരില്ല. 2 മാസമായിട്ട് അല്പം ടൈറ്റാ. അതുകൊണ്ട് പണമായി തന്ന വണ്ടി തരാം. ഓക്കേ, പണമായിട്ട് വാ. വണ്ടി അവിടെ റെഡിയാക്കി ചേട്ടാ, പുതിയ വണ്ടി ഓടിച്ചിട്ട് 2 മാസം പപ്പീസിന്റെ പണം കിട്ടാത്ത വന്നപ്പോ വണ്ടിയും പോയി പട്ടിണിയായി. ചേട്ടാ ചേട്ടാ ചേട്ടാ, ഞങ്ങൾ പണം തരാൻ റെഡിയാ ചേട്ടാ. എന്തീ പറയണ? പണം എവിടുന്ന് എടുത്ത് കൊടുക്കും? പണം എന്റെ കയ്യിലില്ല. പിന്നെങ്ങനെയാ? ആ ചേട്ടനുണ്ടല്ലോ, നമ്മൾ അട്ടിച്ച് ഷേപ്പ് മാറ്റിട്ട് എങ്ങനെയായാലും ശരി നമ്മളെ വണ്ടിയും കൊണ്ട് നമ്മൾ പറക്കും. എന്നാ പിന്നെ അത് തന്നെ കാര്യം. അങ്ങനെ വിട്ടാ ശരിയാ. പപ്പീസിനെ ഞങ്ങള് ഒരുപാട് തെറ്റിദ്ധരിച്ചു പോയി. ഓ സാരമില്ല മോട്ടു, നമ്മുടെ പ്രവർത്തനം പഴയതിലും ഗംഭീരമായല്ലോ ഇപ്പോ. അത് പപ്പീസിന്റെ ഒറ്റ കഴിവാ. പപ്പീസിന്റെ ഉത്സാഹവും സഹകരണവും അതിലെ മോട്ടു. എന്ത് പറ്റിയാവോ? എന്താ നിങ്ങൾക്ക് പറ്റിയത്? നിങ്ങൾ ആരോ മർദ്ദിച്ചതാണോ? എന്ത് പറ്റി ഗംഭീരേ? പറയൂ, എന്താ സംഭവിച്ചത്? എന്താ കൂട്ടുകാരെ, എന്താ പറ്റിയത്? പറയൂ. ഞങ്ങൾക്ക് കിട്ടേണ്ടത് കിട്ടി സാറേ. എന്താ? ഇവരെയൊക്കെ പറ്റിച്ചതിന് പാവപ്പെട്ടവർക്ക് വേണ്ടി പപ്പീസ് അയച്ചത് പണമെടുത്ത് സുഖമായി ജീവിച്ചതിന്. കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. ഈ കപിലിന്റെ പഴഞ്ചൻ വണ്ടി ഞങ്ങൾ വിറ്റു. എന്നിട്ട് പുതിയ വണ്ടി ലോൺ എടുത്ത് വാങ്ങി. അടവ് തെറ്റി ലോൺ അടയ്ക്കാൻ കാശിലാണ്ട് വന്നപ്പോ ചേട്ടൻ ഞങ്ങൾ ശരിക്കും അങ്ങോട്ട് പേടി. എല്ലാ പപ്പീസിന്റെ പണം കണ്ട് കളിച്ച് കളിയാ സാറേ. ഓഹോ, അങ്ങനെയാണ് കാര്യങ്ങളല്ലേ? എന്തായാലും ആശുപത്രിയിൽ പോകണം. ബാക്കി പിന്നെ ഞങ്ങൾക്ക് ആശുപത്രി പോകണ്ട. ആശുപത്രി പോവാൻ പോയിട്ട് വിഷം വാങ്ങി തിന്നാനുള്ള പണല്ലേ സാറേ. പണമൊന്നും പ്രശ്നമാക്കണ്ട, എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കണം. വാ, എണീക്കൂ. പിടിക്ക്. അങ്ങനെ അങ്ങനെ. കപിൽ, ഗംഭീർ, നിങ്ങൾ ചെയ്ത തെറ്റ് ആലംബഹീനരും നിത്യരോഗികളുമായവർക്ക് വേണ്ടി ഈ പപ്പീസ് അധ്വാനിച്ച പണം
നിങ്ങളുടെ സുഖത്തിനു വേണ്ടി നിങ്ങൾ ഉപയോഗിച്ചു. സാറേ, ഞങ്ങളോട് ക്ഷമിക്കണം സാറേ. നിങ്ങൾ തെറ്റ് ചെയ്തത് ഇക്കാണുന്ന പപ്പീസിനോടും മോട്ടുവിനോടുമൊക്കെയാ. സാരമില്ല സാറേ, അവർ തെറ്റ് മനസ്സിലാക്കിയില്ലേ? ഇവർ എത്രയും പെട്ടെന്ന് നമുക്ക് ആശുപത്രിയിൽ എത്തിക്കാം. കണ്ടോ, ഈ മനസ്സ് കണ്ടോ? നിങ്ങൾ തെറ്റ് ചെയ്തിട്ടും നിങ്ങളെ രക്ഷിക്കുവാനുള്ള ആ മനസ്സ് കണ്ടോ? ഈ മനസ്സാണ് നമുക്കുണ്ടാകേണ്ടത്. ഇത് ദൈവത്തിൽ നിന്ന് ലഭിക്കുന്ന മനസ്സാണ്. അതിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കാട്ടിലെ കൂട്ടുകാർക്ക് ശേഷം മറ്റൊരു കൂട്ടുകാരൻ ഇതാ നമ്മെ കാത്തിരിക്കുന്നു. ടിങ്കു ടിങ്കു ലിറ്റിൽ സ്റ്റാർ. ഹായ് കൂട്ടുകാരെ. ഹായ് ടിങ്കു. ഹായ് അങ്കിൾ. ടിങ്കു, ഇന്ന് എന്തോ ഒരു കാര്യം എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നല്ലോ. അങ്കിൾ, ആ, ഇന്നാണ് എൻ്റെ സ്കൂളിൽ വരേണ്ടത്. നിന്റെ സ്കൂളിൽ വരേണ്ടത് ഇന്നാ അല്ലേ? എന്താ ഇന്ന് സ്കൂളിൽ പ്രത്യേകിച്ച് പരിപാടി? അങ്കിൾ, ആ ഇന്ന് ആ ഒരു അനുമോദന സമ്മേളനമുണ്ട്. അനുമോദന സമ്മേളനം ഉണ്ടോ? ആർക്കാ അനുമോദനം കൊടുക്കുന്നത്? ഞങ്ങളുടെ സ്കൂളിൽ നിന്നും ആ ഓടി ജയിച്ച കുട്ടികൾക്ക്. ഓ, അത് ശരി. നിങ്ങളുടെ സ്കൂളിൽ നിന്നും കുട്ടികൾ ഓട്ട മത്സരത്തിൽ പങ്കെടുക്കാൻ പോയി അല്ലേ? അതെ. അവർക്ക് സമ്മാനം കിട്ടി. അപ്പോൾ അതിന് അവരെ അനുമോദിക്കുന്ന ഒരു സമ്മേളനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. അതെ അങ്കിൾ. ഓ, അത് ശരി. അവരുടെ മാതാപിതാക്കൾക്കൊക്കെ എന്ത് സന്തോഷമായിരിക്കും അല്ലേ? അവരുടെ മക്കൾ വന്ന് സമ്മാനങ്ങൾ വാങ്ങുകയും അവരെക്കുറിച്ച് അനുമോദനത്തിൻ്റെ വാക്കുകൾ കേൾക്കുകയും ചെയ്യുന്നത്. അതെ അങ്കിൾ, തീർച്ചയായിട്ടും അങ്കിൾ വരണം. ഓക്കെ, അങ്കിൾ വരാം. പക്ഷേ ഇത് കേട്ടപ്പോഴാണ് പണ്ട് ഇംഗ്ലണ്ടിൽ നടന്ന ഒരു അനുമോദന സമ്മേളനത്തെക്കുറിച്ച് അങ്കിളുടെ മനസ്സിലേക്ക് ഓർമ്മയിൽ വരുന്നത്. അതെന്താ അങ്കിൾ? ആ സമ്മേളനം വിളിച്ചു കൂട്ടിയത് രാജ്ഞിയായിരുന്നു. എന്തിനാണെന്നറിയാമോ? എന്തിനാ അങ്കിൾ? അവിടെ വലിയൊരു യുദ്ധമുണ്ടായി. ആ യുദ്ധത്തിൽ അവർ ജയിച്ചു. ആ യുദ്ധത്തിൽ പങ്കെടുത്ത ഭടന്മാർക്ക് വേണ്ടി ഒരുക്കിയ വലിയൊരു സമ്മേളനമായിരുന്നു അത്. അവർക്ക് ഒരുപാട് സമ്മാനങ്ങൾ രാജ്ഞി കരുതിയിരുന്നു. ഈ സമ്മാനങ്ങൾ സ്വീകരിക്കുവാനായിട്ട് ഓരോ ഭടന്മാരും സ്റ്റേജിലേക്ക് കയറി വന്നു. എങ്ങനെയുള്ള വ്യക്തികളാണെന്നറിയാമോ? എങ്ങനെയുള്ള അങ്കിൾ? ഈ യുദ്ധത്തിൽ കൈപോയ ഭടന്മാരുണ്ട്, കാല് നഷ്ടപ്പെട്ട ഭടന്മാരുണ്ട്. എന്നാൽ ഈ സമ്മാനങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവരുടെ സങ്കടമെല്ലാം തീരും. അങ്ങനെ ഓരോരുത്തരായിട്ട് സ്റ്റേജിലേക്ക് കയറി വന്നു, സമ്മാനങ്ങൾ ഏറ്റുവാങ്ങി. എന്ത് സന്തോഷമല്ല അങ്കിൾ? തീർച്ചയായിട്ടും. അവർ ആ സമ്മാനങ്ങൾ, വില കൂടിയ സമ്മാനങ്ങൾ വാങ്ങിയപ്പോൾ അവരുടെ വേദനയെല്ലാം അവർ മറന്നു. ഏറ്റവും ഒടുവിൽ ഒരു വ്യക്തിയെ 4 പേർ ചേർന്ന് ഈ സ്റ്റേജിലേക്ക് കൊണ്ടുവന്നു. ആ വ്യക്തി ആരാണെന്നറിയാമോ? ആരാ അങ്കിൾ? ആ യുദ്ധത്തിൽ പങ്കെടുത്ത് കൈയും കാലും നഷ്ടപ്പെട്ടു പോയ ഒരു വ്യക്തി. അയ്യോ അങ്കിൾ, വല്ലാത്ത കഷ്ടമായല്ലോ. അദ്ദേഹത്തിന് ഈ രാജ്ഞി എന്ത് സമ്മാനമാണ് നൽകുക അതറിയാനായിട്ട് ആളുകൾ വളരെ ആകാംക്ഷയോടെ നോക്കി നിന്നു. ഈ രാജ്ഞി കൊടുത്ത സമ്മാനം എന്താണെന്നറിയാമോ? എന്താ അങ്കിൾ? രാജ്ഞി പതിയെ അയാളുടെ അടുക്കിലേക്ക് ചെന്നു. അദ്ദേഹത്തിൻ്റെ മുഖത്ത് നല്ലൊരു ഉമ്മ അദ്ദേഹം കൊടുത്തു. ആളുകൾക്കെല്ലാം അതൊരു വലിയ അതിശയമായി. അവിടെയുള്ള ഭടന്മാർക്ക് കിട്ടിയ ഏറ്റവും വലിയ സമ്മാനം അത് തന്നെയായിരുന്നു. എന്തുകൊണ്ടാണ് ആ സമ്മാനം രാജ്ഞിയിൽ നിന്നും തനിക്ക് കിട്ടിയത്? തന്റെ ജീവൻ പോലും കൊടുക്കുവാൻ തയ്യാറായി. തീർച്ചയായിട്ടും തൻ്റെ ജീവൻ പോലും കൊടുക്കുവാൻ താൻ തയ്യാറായിരുന്നു. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് ഇങ്ങനെ പറയുന്നുണ്ട്, എനിക്ക് ജീവിക്കുന്നത് ക്രിസ്തുവും മരിക്കുന്നത് ലാഭവുമാവുന്നു. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കുമ്പോൾ ഒരുപക്ഷെ ആളുകൾ നമ്മെ നിന്ദിക്കാം, പരിഹസിക്കാം. പക്ഷേ അതിനെല്ലാം പ്രതിഫലമുണ്ട്. അത് നാം മറക്കുവാനായിട്ട് പാടില്ല. ഓക്കേ അങ്കിൾ, എനിക്ക് മനസ്സിലായി. അപ്പം നാമും ക്രിസ്തുവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കുക? കൂട്ടുകാരെ, ദൈവത്തിന് വേണ്ടി നമ്മുടെ ജീവിതത്തെ പൂർണ്ണമായും നമുക്ക് സമർപ്പിക്കാം. ദൈവം അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. താങ്ക് യു അങ്കിൾ. ഓക്കെ, ബൈ. ബൈ. ഇനി ആശംസകളും നിർദ്ദേശങ്ങളും കൈമാറാനുള്ള സമയം. കത്തുകൾ അയക്കേണ്ട വിലാസം: ഞങ്ങളുടെ വിലാസം: ദ പ്രൊഡ്യൂസർ, ജീസസ് കിഡ്സ്, ശാലോം TV, പെരുവണ്ണാമൂഴി PO, കോഴിക്കോട്. പിൻകോഡ് 673528. ശാന്തിയും സമാധാനവും നിറഞ്ഞ ഒരു വാരം ആശംസിച്ചുകൊണ്ട് ബൈ ബൈ.